ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷൻ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 2 ആണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതിനകത്ത് നമ്മൾ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ്, അതായത് പ്രധാനമായിട്ടും വരുന്ന കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അതുപോലെ തന്നെ അഡീഷണൽ റിയാക്ഷനും വളരെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബാക്കിയുള്ള, അതായത് പോളിമറൈസേഷൻ, അതുപോലെ തന്നെ കമ്പഷൻ, പിന്നെ തേർമൽ ക്രാക്കിംഗ്, ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം അധികം കളയാണ്ട് പോളിമറൈസേഷനിലേക്ക് കിടക്കാം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പോളിമറൈസേഷൻ എന്താണെന്ന് ചിലപ്പോൾ ഒന്ന് പഠിപ്പിച്ച് കാണും. പിന്നെ ചിലപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കുഞ്ഞു ക്ലാസ് ആയല്ലോ, അതുകൊണ്ട് തന്നെ ചിലവർ അത് പഠിപ്പിച്ചപ്പോൾ ആബ്സെൻറ്റും ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒന്നോടെ ഇത് നോക്കാൻ പറ്റും. സോ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കുഞ്ഞു മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്ന് ഒരു വലിയൊരു മോളിക്യൂളായിട്ട് മാറുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, പല തുള്ളി പെരുവെള്ളം എന്ന്. അതായത് പല തുള്ളികളോട് കൂടിയിട്ട് ഒരു തുള്ളികൾ ഒരുമിച്ച് ഒരു വലിയൊരു കുറേ വെള്ളം ആവുന്നതിനെയാണ് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. കുഞ്ഞു മോളിക്യൂൾസ് എല്ലാം കൂടി ഒരുമിച്ച് കയറി വരുന്ന ഒരു വലിയൊരു മോളിക്യൂളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ പോളിമറൈസേഷനിൽ ഈ പറയുന്ന, ഞാൻ പറഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് കൂടി വരുന്നതാണ് വലിയൊരു മോളിക്യൂൾ ആവുന്നതാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു മോളിക്യൂൾസ് ഇല്ലേ, ആ കുഞ്ഞു മോളിക്യൂൾസിനെയാണ് നമ്മൾ മോണോമർ എന്ന് പറഞ്ഞത്. എന്താണ് മോണോമർ? ചിലപ്പോൾ ഈ മോണോമേഴ്സ് എല്ലാം ഒരേപോലത്തെ മോണോമർ ആയിരിക്കും, ഒരേ സാധനമായിരിക്കും, ഒരേ വസ്തു ആയിരിക്കും. അതായത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പെരുവെള്ളം ആവണമെങ്കിൽ എല്ലാം വെള്ളത്തുള്ളികൾ തന്നെയാണ്, അതെല്ലാം കൂടി ചേർന്നാണ് വലിയൊരു എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഒന്നെങ്കിൽ എല്ലാം ഒരേ ടൈപ്പ് മോളിക്യൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് മോളിക്യൂളും കൂടി ചേർന്ന് നമുക്ക് ഒരു വലിയൊരു പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും, വലിയൊരു മോളിക്യൂൾ കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പും നടക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോളിമറൈസേഷനിൽ ആ കുഞ്ഞു മോളിക്യൂളിനെയാണ് നമ്മൾ മോണോമർ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു റിയാക്റ്റൻറ്റും കാണും, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് കാണും. റിയാക്റ്റൻസ് കൂടി ചേർന്ന് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതിലെ റിയാക്റ്റൻറ്റ് മോണോമർ എന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രൊഡക്റ്റിന് എന്തായിരിക്കും നമ്മൾ പറയുക? ആ പ്രൊഡക്റ്റാണ് പോളിമർ എന്ന് പറയുന്നത്. അതായത് ആ വലിയ മോളിക്യൂളിനെയാണ് നമ്മൾ, ആ വലിയ കോമ്പൗണ്ടിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. ആൻഡ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? അതായത് നമ്മുടെ ആ കുഞ്ഞു മോളിക്യൂള്, സ്മോൾ മോളിക്യൂൾസിനെയാണ് നമ്മൾ മോണോമർ എന്ന് വിളിച്ചത്. ആ സ്മോൾ മോളിക്യൂൾസിനെയാണ് നമ്മൾ മോണോമർ എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ ഇത് കൂടി ചേർന്ന് ഉണ്ടാകുന്ന ആ ഫൈനൽ റിസൾട്ട്, അതിനെയാണ് നമ്മൾ, ആ കോംപ്ലക്സിനെയാണ് നമ്മൾ, അതായത് ഒരുപാട് മോളിക്യൂൾ ചേർന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നാൽ പറയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. ഒരു പ്രോബ്ലം ആണെങ്കിൽ ഓക്കെ, നമുക്കൊരു സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ കോംപ്ലിക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കേസ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നോക്കാനുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കോംപ്ലെക്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്ന ഒരു കംപ്ലീറ്റ് ഒരു ഇതിനെയാണ് കോംപ്ലെക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫൈനൽ റിസൾട്ട് കിട്ടുന്ന ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്, അതായത് ബിഗ് മോളിക്യൂളാണ്. അത് നമ്മൾ പറയുന്നതാണ് പോളിമർ എന്ന്. അങ്ങനെ ആൻഡ് ഫൈനലി ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പോളിമറൈസേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് കുറച്ച് മുമ്പ് തന്നെ മിസ് പറഞ്ഞു, ഒന്നെങ്കിൽ ഈ പറയുന്ന മോണോമേഴ്സ് എല്ലാം ഒരേ ഫാമിലിയിൽ ഒരേ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പല ആൾക്കാരായിരിക്കും. അതായത് ഒരേപോലത്തെ ആൾക്കാരായിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഒരു മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ മറ്റത് വേറൊരു മോളിക്യൂൾ ആകാം, അങ്ങനെയും വരാം. അപ്പോൾ ഇങ്ങനെ ബേസ്ഡ് ഓൺ ഇങ്ങനെ പല ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഈ പോളിമറൈസേഷൻ തന്നെ രണ്ടായിട്ട്, അതായത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ രണ്ടായിട്ട് ഇവരെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് പോളിമറൈസേഷൻ ബേസിക്കലി രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. ഒരു പോളിമറൈസേഷൻ നമ്മൾ പറയുന്ന അഡീഷണൽ പോളിമേഴ്സ് എന്ന് പറയും.
അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കേസ് വരുന്നത് ഒന്ന് അഡീഷണലും മറ്റത് പറയുന്നത് കണ്ടൻസേഷൻ പോളിമറിനുമാണ്. അതായത് രണ്ട് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. അതായത് പ്രൊസീജിയർ ബേസിക്കലി ഒന്ന് തന്നെയാണ്, എല്ലാ മോളിക്യൂൾസും കമ്പൈൻ ചെയ്യുന്ന ഒരു വലിയ കോംപ്ലക്സ് ആക്കുക. പക്ഷെ അതിനകത്തുള്ള ഒരു ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട് രണ്ട് തമ്മിൽ. അപ്പോൾ ഒന്ന് അഡീഷണൽ പോളിമറും രണ്ട് കണ്ടൻസേഷൻ പോളിമറും ആണ്. ഒന്ന് അഡീഷണലും രണ്ട് കണ്ടൻസേഷനും ആണ്. ഇങ്ങനെയാണ് നമ്മൾ പോളിമേഴ്സിനെ തിരിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ അഡീഷണൽ പോളിമേഴ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് കാണുന്ന അഡീഷണൽ പോളിമേഴ്സിനെ കുറിച്ച് നോക്കാം. ഇപ്പൊ ഞാൻ അഡീഷണൽ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ അഡീഷൻ, അതായത് നമ്മൾ അഡീഷണൽ റിയാക്ഷൻ പഠിച്ചല്ലേ. അഡീഷണൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് തന്നേക്കുന്ന ഒരു റിയാക്ടറിലേക്ക് വേറൊരു സ്മോൾ മോളിക്യൂൾ വന്ന് ആഡ് ആവുന്നതിനെയാണ് നമ്മൾ അഡീഷണൽ റിയാക്ഷൻ, അഡീഷൻ, ആഡ് ആവുക, അതിനെയാണ് നമ്മൾ അഡീഷണൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയും അതുപോലെ ബേസിക്കലി നടക്കുന്ന ഒരു അഡീഷണൽ റിയാക്ഷൻ തന്നെയാണ്. അതായത് പോളിമറൈസേഷൻ്റെ ഉള്ളിൽ ഒരു അഡീഷണൽ റിയാക്ഷൻ ആണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണോമറില്ലേ അത് എല്ലാം കൂടെ ക്ലബ് ആവുകയാണ്. അതായത് എല്ലാം കൂടെ ഇത് മോണോമർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ആവുകയാണ്. അതിനെയാണ് നമ്മൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു പോളിമറിനെയാണ് നമ്മൾ അഡീഷണൽ പോളിമർ എന്ന് പറയുന്നത്. ആൻഡ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ അഡീഷണൽ പോളിമറൈസേഷൻ എന്നും കൂടെ പറഞ്ഞത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പോളിമേഴ്സ്, അതായത് മോണോമർ എഴുതുമ്പോൾ ഈ മോണോമർ പേരെന്താ? അതായത് 2 കാർബൺ ഉണ്ട്, അത് രണ്ട് ബോണ്ട് ചെയ്തേക്കുന്ന ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേർഡ് റൂട്ട് എത്തുന്നതാണ്. അതുപോലെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്തീനാണ്. അപ്പൊ ഇതൊരു എത്തീൻ മോളിക്യൂളിന് എത്തീനാണ് നമ്മൾ എടുത്തേക്കുന്ന മോണോമർ. അതായത് ഇത് ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ കേസിൽ പൊതുവെ നമ്മൾ കെമിസ്ട്രിയിൽ കോഎഫിഷ്യന്റ് റെപ്രസെന്റ് അത് എത്ര ക്വാണ്ടിറ്റി ആണെന്നാണ്. പക്ഷെ ഇവിടെ എന്തോരം മോണോമർ ചേർന്നിട്ടാണ് ഈ കോംപ്ലക്സ് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഒരു ഡെഫിനിറ്റ് വാല്യൂ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ഒരു പോളിമർ ഉണ്ടാവുന്നത്. സോ ഒരു ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയുണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോളിമറൈസേഷൻ റിയാക്ഷൻ എഴുതുമ്പോൾ മോണോമർ എത്ര എണ്ണം, അതായത് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവല്ലോ, ആ ക്വാണ്ടിറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട് അതിനെ നമ്മൾ എൻ എന്ന് പറഞ്ഞു, ഒരു സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. നിങ്ങൾക്ക് പോളിമറൈസേഷൻ്റെ റിയാക്ഷൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എപ്പോഴും കാണാം, റിയാക്ടൻസ് സൈഡിൽ നമ്മുടെ മോണോമറിന് ഒരു ഫിക്സഡ് നമ്പർ എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം മൾട്ടിപ്പിൾ, ഒരുപാട് നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും മോണോമേഴ്സ് ചേർന്നിട്ടായിരിക്കും ആ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ്ലി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മോണോമേഴ്സിൻ്റെ എണ്ണം ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും എൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കും, സ്മോൾ ലെറ്റർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ എൻ നമ്പർ ഓഫ് എത്തീൻ ഞാനിവിടെ എടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തു, അതിൽ നിന്നുമാണ് ഒരു പോളിമർ ഉണ്ടായത്. അത് നമ്മുടെ അഡീഷണൽ പോളിമർ ആകുമ്പോൾ സിമ്പിളാണ്. അഡീഷണൽ പോളിമേഴ്സ് നിങ്ങൾക്കൊരു മോണോമർ തന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഇത് ആദ്യം തന്നെ ഒന്ന് ഓർക്കുക, അഡീഷണൽ റിയാക്ഷൻ ഞാൻ പറഞ്ഞു നടക്കുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇതിലായിരിക്കും. അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിലാണ് എപ്പോഴും അഡീഷണൽ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ പോളിമറൈസേഷനും നടക്കുന്നത് അൺസാച്ചുറേറ്റഡ്, വിച്ച് മീൻസ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിലായിരിക്കും എപ്പോഴും ഈ പറയുന്ന അഡീഷണൽ പോളിമേഴ്സ് ഉണ്ടാവുള്ളൂ. അതായത് ഈ അഡീഷണൽ പോളിമറൈസേഷൻ സംഭവിക്കുന്നതിന് എപ്പോഴും നമുക്ക് അൺസാച്ചുറേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എത്തീനാണ്, വിച്ച് ഇസ് എ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ആദ്യത്തെ ഒരു മോളില്ലേ, ഈ ബോണ്ട് ഉണ്ടല്ലോ, ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് അങ്ങ് പൊട്ടും. അതായത് സിമിലർ ടു അഡീഷണൽ റിയാക്ഷൻ, ഒരു ബോണ്ട് അങ്ങ് പൊട്ടും. ആ പൊട്ടിയെ ഞാനിവിടെ ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തത്, ഗ്രീനും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ ബോണ്ടാണ് പൊട്ടിപ്പോകുന്നത്. അങ്ങനെ പൊട്ടിയിട്ട് ആ 2 ബോണ്ടുമാണ് ആ പൊട്ടിയ ബോണ്ട്. ആ ബോണ്ടിൻ്റെ ഒരു പകുതിയാണ് ഇവിടെ കാണുന്നത്, മറ്റേ പകുതിയാണ് ഈ കാർബണിന് കിട്ടിയേക്കുന്നത്. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യണം. എന്നിട്ടൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് നമ്മളുടെ ഈ എൻ ഉണ്ടല്ലോ, ഈ സ്മോൾ ലെറ്റർ എൻ, അത് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതും. ഇപ്പം ഇത് നമ്മളുടെ എത്തീൻ്റെ
ഒരു പോളിമറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എഴുതുന്നത് പോളി എത്തീൻ എന്നായിരിക്കും. ഈ പോളി എത്തീനെ നമ്മൾ അല്ലാതെ വേറൊരു പേരിലും അതിനെ റെപ്രസെന്റ് ചെയ്യും, പോളിത്തീൻ. എന്താണ് പോളിത്തീൻ? ഈ പോളിത്തീൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കണ്ട് വളരെ സുപരിചിതമാണ്. നിങ്ങൾ പച്ചക്കറി കടയിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്കൊരു ബാഗ് കിട്ടില്ലേ, ട്രാൻസ്പെറൻറ്റ് കളറിൽ കിറ്റ് കിട്ടില്ലേ, ആ പ്ലാസ്റ്റിക് ബാഗാണ് ഈ പോളി എത്തീൻ എന്ന് പറയുന്ന സാധനം. അതായത് പ്ലാസ്റ്റിക് പലതരത്തിലുള്ള ഗ്രേഡിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ചില പ്ലാസ്റ്റിക് കവേഴ്സ് കാണാൻ പറ്റും, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞൊരു ഇലാസ്റ്റിസിറ്റി കാണും. അതൊരു ടൈപ്പ് ഓഫ് പോളിമറാണ്. അപ്പോൾ പക്ഷേ ഇലാസ്റ്റിസിറ്റി ഒന്നും ഇല്ലാത്ത വലിച്ചു കഴിഞ്ഞാൽ കീറിപ്പോകുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ഉണ്ടാവും അല്ലേ, സിബ്ലോഗ്സ് പോലത്തെ അങ്ങനത്തെ വളരെ ഇങ്ങനെ ഒച്ച കേൾക്കുന്ന ടൈപ്പ്. അതെല്ലാം മോസ്റ്റ്ലി നമ്മൾ കൂടുതലായിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പോളിയെത്തീനാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കുപ്പി, നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ഈ കുപ്പി, ഇതൊരു പോളിയെത്തീനാണ്. ഇങ്ങനെ ഒച്ച കേൾക്കുന്ന ഇതുപോലത്തെ ഗ്രേഡ് കുറഞ്ഞ സാധനം, അതായത് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പോളിയെത്തീനാണ്. അത് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇത് അതായത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമാണ് ഇങ്ങനത്തെ റിയാക്ഷൻസ് സംഭവിക്കുന്നത്. ഹൈഡ്രോ കാർബൺസ് ഇങ്ങനെ ചെയ്ത അഡീഷണൽ റിയാക്ഷൻസിൽ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി നടക്കുന്ന അഡീഷണൽ റിയാക്ഷനാണ്. ആൻഡ് അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഇയാളെ വല്ല പരിചയമുണ്ടോ? ഇയാളിന് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ എടുത്തേക്കുന്ന ഇവിടുത്തെ ഇതാണ് ഈ പറയുന്ന ഇതിൻ്റെ മോണോമറാണ് ഈ കാണിച്ചേക്കുന്നത്. മോണോമറിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ N എന്ന് പറയുന്ന സ്മോൾ ലെറ്ററിൽ അത് ഡിനോട്ട് ചെയ്തു. ഇനി ഈ തന്നേക്കുന്ന ഈ മോണോമർ ഏതാണെന്നറിയോ? ഇയാളാണ് വിനൈൽ ക്ലോറൈഡ്. അതെന്താണ് ഈ വിനൈൽ ക്ലോറൈഡ്? ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണും, ചിലപ്പോൾ അന്ന് ദിവസം ആബ്സെൻ്റ് ആയിരിക്കും. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സംഭവം വേറെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അലൈലും ഉണ്ട് കോമ്പൗണ്ട്സും ഉണ്ട്, വിനൈൽ കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഒരു കാർബൺ അതിന് ഡബിൾ ബോണ്ടഡ് ബൈ മറ്റൊരു കാർബൺ, അങ്ങനെ 2 കാർബൺ ഉണ്ടെന്ന് കരുതുക. ഈ കാർബണിലേക്ക് വേറൊരാൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആവട്ടെ, ക്ലോറിൻ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സപ്പോസ് ക്ലോറിൻ വന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഡബിൾ ബോണ്ടിലുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാർബണിലേക്ക് ക്ലോറിൻ വന്ന് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിച്ചാണ് വിനൈൽ എന്ന്. അതായത് എന്തെങ്കിലും ഒരു കാർബൺ അല്ലാത്ത നോൺ കാർബോണിക് ആയിട്ടുള്ള ആറ്റംസ് നേരെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അൺസാച്ചുറേറ്റഡ് കാർബണിൽ വന്ന് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അതിനെ വിനൈൽ എന്ന് പറയും. അപ്പൊ എന്താണ് ഈ അലൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡബിൾ ബോണ്ടഡ് മറ്റൊരു ഇവിടെ ഡബിൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള 2 കാർബൺ ഉണ്ട്. അതിൽ ഒരു അൺസാച്ചുറേറ്റഡ് കാർബണിനെ ലിങ്ക് ചെയ്തുകൊണ്ട് മറ്റൊരു കാർബൺ ഉണ്ട്. അപ്പോൾ ഈ കാർബൺ ഉണ്ടല്ലോ, ഞാൻ ഈ കൊടുത്തേക്കുന്ന ഈ കാർബൺ, അതായത് അൺസാച്ചുറേറ്റഡ് കാർബണിനെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഈ കാർബണിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ക്ലോറിൻ വന്നത്. ക്ലോറിൻ തന്നെ ആവണമെന്നില്ല, മേ ബി ബ്രോമിൻ ആവാം, അയഡിൻ ആവാം, ഫ്ലൂറിൻ ആവാം. എനിവേ അതിനെ നമ്മളുടെ അൺസാച്ചുറേറ്റഡ് കാർബണെ കണക്ട് ചെയ്തേക്കുന്ന കാർബണിലേക്കാണ് ഇത് വന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരാണ് അലൈൽ. ഇവിടെ ഇതൊരു അലൈൽ ക്ലോറൈഡ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്. എന്താണ് വിനൈൽ ക്ലോറൈഡ് ആണ് ഇവിടെ വന്ന് ലിങ്ക് ആക്കിയേക്കുന്നത്. വിനൈൽ ക്ലോറൈഡ് ആണ് നമ്മുടെ മോണോമർ. അപ്പൊ ഇത് പോളിമറൈസേഷൻ നടക്കുമ്പോൾ, വിനൈൽ ക്ലോറൈഡിന് പോളിമറൈസേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന വിനൈൽ ക്ലോറൈഡ് ഈ എത്തീൻ്റെ തമ്മിലുള്ള, അതായത് കണക്ട് ചെയ്തേക്കുന്ന ഈ അൺസാച്ചുറേറ്റഡ് കാർബണിന് ഇടയിലുള്ള ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് പൊട്ടും. ആ ബോണ്ട് ഈ 2 കാർബണിലും ആയിട്ടിങ്ങനെ ഈക്വൽ ആയിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ 2 ബോണ്ട് കാർബണിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ട് അപ്പോൾ സിംഗിൾ ബോണ്ട് ആക്കണം. എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് താഴത്ത് ക്ലോറിൻ എടുത്ത് ആൻഡ് ഈ N എന്ന് പറയുന്നത് ഏറ്റവും താഴെ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ പോളിമർ. വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറാണ് ഈ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇവൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു റിയാക്ഷൻ വളരെ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് മോണോമർ എന്ത് തന്നോ അതിൻ്റെ കൂടെ, അതായത് അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ പോളിമറൈസേഷൻ സിമ്പിളാണ്. ഒരു ബോണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അതേ സാധനം തന്നെ എഴുതി 2 ബ്രാക്കറ്റിനുള്ളിലാക്കി എഴുതി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ ആ താഴെ ഒരു N ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോമറിൻ്റെ പേര് അറിഞ്ഞിട്ടുണ്ടോ? മോണോമറിൻ്റെ പേരിൻ്റെ കൂടെ ഒരു പോളി ആഡ് ചെയ്താൽ, അതായത് മോണോമറിൻ്റെ പേരിൻ്റെ തൊട്ട് മുമ്പ് ഒരു പോളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പേരും കിട്ടും. ഇവിടെ ആദ്യത്തെ നോക്ക് എത്തീൻ, അതിൻ്റെ പോളിമർ നോക്ക് പോളി എത്തീൻ അഥവാ പോളിത്തീൻ. ഇനി അടുത്തത് മോണോമർ വിനൈൽ ക്ലോറൈഡ്, പ്രോഡക്റ്റ് കിട്ടിയത് പോളി വിനൈൽ ക്ലോറൈഡ്. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ. പോളിമറൈസേഷൻ, അഡീഷണൽ പോളിമറൈസേഷൻ വളരെ സിമ്പിളാണ്. മോണോമറും അതുപോലെ തന്നെ അതിൻ്റെ പോളിമറും എഴുതാൻ വേണ്ടിയിട്ട് ഒരു പോളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലവില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് മോണോമേഴ്സും അതുപോലെ തന്നെ, അതായത് അഡീഷണൽ പോളിമേഴ്സ് ഇപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് അഡീഷണൽ പോളിമേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ഇക്വേഷനൊന്നും അല്ല, എല്ലാം എഴുതി കാണാപ്പാഠം പഠിക്കേണ്ട. എന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കുറച്ച് എക്സാമ്പിൾസ്, മോണോമർ ഏതാണ് പോളിമർ ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതും അതിൻ്റെ യൂസസുമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോണോമറും പോളിമറും ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അതിൻ്റെ യൂസസിലേക്ക് പോകാം. ആദ്യം നമ്മൾ കണ്ട ആള് തന്നെ വിനൈൽ ക്ലോറൈഡ്. ഫസ്റ്റത്തെ ആളാണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് ആണ് നമ്മുടെ പോളിമർ കിട്ടുന്നത് പോളി വിനൈൽ ക്ലോറൈഡ്. എടാ നോക്കിയടാ, പോളി വിനൈൽ ക്ലോറൈഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? പോളിയുടെ P, വിനൈലിൻ്റെ V, ക്ലോറൈഡിൻ്റെ C, PVC. PVC വളരെ മനസ്സിലാവുന്നത് കോമൺ ആയിട്ടുള്ള വാക്കാണല്ലേ. കാരണം വീട്ടിൽ എന്തെങ്കിലും പ്ലംബിങ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അച്ഛനോ വലിച്ചനോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോടൊരാൾ വാങ്ങുന്നത് PVC പൈപ്പ്സ് ആണ്. അത് PVC പൈപ്പ്സ്, അതായത് ടോയ്ലറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലംബിങ്ങിന് വേണ്ടി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന പൈപ്പാണ് PVC എന്ന് പറയുന്നത്. ആ PVCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ പൈപ്പ്സ് ആണ് PVC പൈപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറാണ് PVC ഷോർട്ട് ഫോം. ഇനി രണ്ടാമത്തതാണ് എത്തീൻ. അത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു പോളിമറാണ് പോളിത്തീൻ. ഞാൻ പറഞ്ഞു നമ്മുടെ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബാഗ്സുകൾ, അത് ഒരു പോളിത്തീനാണ്. ഇനി മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐസോപ്രീൻ എന്ന് പറയുന്ന മറ്റൊരു മോണോമറാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാച്ചുറൽ റബ്ബർ ഉണ്ടല്ലോ, നിങ്ങൾ മായ്ക്കുന്ന റബ്ബറല്ല, പക്ഷെ ആ റബ്ബർ ഇതിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതല്ലാണ്ട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഗ്രാമത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഗ്രാമത്തിലൊക്കെ പോയിട്ടുള്ള പിള്ളേർക്കാണെങ്കിൽ അറിയാം, റബ്ബർ ഷീറ്റ് വെക്കും. അതായത് റബ്ബർ മരത്തിൽ നിന്ന് റബ്ബർ കളക്ട് ചെയ്ത്, റബ്ബർ പാല് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ അടിച്ച് ഷീറ്റ് പോലെയാക്കും. അതാണ് റബ്ബർ ഷീറ്റ്. എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊക്കെ ഒരു ഗ്രാമത്തിലൊക്കെ പോയി ഇപ്പോഴും കുറേ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഈ റബ്ബർ ഷീറ്റ്. നല്ല വെയിറ്റ് ആണ് ആ സാധനത്തിന്. മീൻസ് ഒരു ഷീറ്റിനല്ല, ഒരുപാട് ഷീറ്റായിട്ട്. എന്നിട്ട് അത് ഒരു കൂട്ടം ആൾക്കാരുടെ വരുമാനം അത്. ആ റബ്ബർ ഷീറ്റ് കൊണ്ടുപോയിട്ട് അവർ സെയിൽ ചെയ്യും. എന്നിട്ട് ആ റബ്ബർ ഷീറ്റിൽ നിന്നാണ് പിന്നെ ഈ പറയുന്ന റബ്ബർ പാവുകൾ, അങ്ങനത്തെ കുറേ റബ്ബറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ അതിൽ നിന്നുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ റബ്ബർ മരങ്ങളൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ റബ്ബർ പാല് കളക്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. ആൻഡ് ആ നാച്ചുറൽ റബ്ബർ ഒരു പോളിമറാണ്. അപ്പോൾ അത് ഐസോപ്രീൻ എന്ന് പറയുന്ന ഒരു മോണോമറിൻ്റെ പോളിമറാണ് ഈ പറയുന്ന നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ടെട്രാഫ്ലൂറോ എത്തീൻ. ഈ ടെട്രാഫ്ലൂറോ എത്തീൻ്റെ പോളിമറാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമതായിട്ട് മറ്റൊരു മോണോമർ ഉണ്ട്. അതാണ് അക്രൈലോനൈട്രൈൽ. അക്രൈലോനൈട്രൈലിൻ്റെ മറ്റൊരു പോളിമറാണ് ഈ പറയുന്ന ഒർലോൺ എന്ന് പറയുന്ന സാധനം, ഒർലോൺ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. PVC പിന്നെ അറിയാലോ നിങ്ങൾക്ക്, അതായത് PVC പൈപ്പ്സ് ഒക്കെയാണ്. അതായത് മാനുഫാക്ചർ ഓഫ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈപ്പ്, അതുപോലെ പ്ലാസ്റ്റിക് കോട്ടിങ്. ഈ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഉണ്ടാവില്ലേ ചില വയേഴ്സിലൊക്കെ, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുക്കും.
അതായത് ഈ ചില നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതിനകത്തൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് വയേഴ്സ് ഉണ്ടാവും, നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതിനുള്ളിൽ കൂടെ കോപ്പർ വയർ പോണ കാണാൻ പറ്റും. ഈ കോപ്പർ വയർ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യുന്ന ആളെ കറണ്ട് അടിച്ച് ചാവും. അപ്പോൾ അയാളുടെ സേഫ്റ്റിക്കും പിന്നെ അതിൻ്റെ സേഫ്റ്റിക്കും ആ ഇലക്ട്രോണിക് ഡിവൈസും സുരക്ഷിതമാവാൻ അതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് കൊടുക്കും. ആ കോട്ടിങ് കൊടുക്കുന്നത് ഈ പറയുന്ന ഇതിനം പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ആ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന ആ പ്ലാസ്റ്റിക്കാണ് PVCയിൽ നിന്നുമാണ് ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയെത്തീനിൽ നമ്മളുടെ ക്യാരി ബാഗ്സ് ഒക്കെ, പോളിത്തീൻ ബാഗ്സ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കിറ്റ് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോളിത്തീനാണ്. ഇത് രണ്ടും ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കാം. നാച്ചുറൽ റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഈ ടയർ ഇല്ലേ, വണ്ടികളുടെ ഒക്കെ ടയറിനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റബ്ബറായിട്ട് യൂസ് ചെയ്യുന്ന എന്ത് സാധനങ്ങളും റബ്ബർ പാവകളൊക്കെ അതെല്ലാം വരുന്നത് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന പോളിമറിൽ നിന്നുമാണ്. ഇനി ടെഫ്ലോണിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അടുക്കള കയറിയിട്ടുള്ളവർ ചിലപ്പോൾ വിശക്കുന്നായാലും നമ്മൾ വഴിതെറ്റി ഒന്ന് കയറാറുണ്ടല്ലോ, അപ്പോൾ അവിടെ കുക്കർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള കുക്ക് വെയർസ് ഒക്കെ കാണും, പാനൊക്കെ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് കുക്കിലാണല്ലോ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള കുക്ക് വെയർസിൻ്റെ പലതിൻ്റെയും ഉള്ളിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിംഗ് അതിൻ്റെ ഇന്നർ സർഫേസിൽ കാണുന്ന ഈ കോട്ടിംഗ് ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമർ യൂസ് ചെയ്താണ് കോട്ട് ചെയ്യുന്നത്. ഇതിനാലെ ഹീറ്റ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും, എന്ന് വെച്ചാൽ സാധാരണ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കോട്ട് ചെയ്തും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക്കും ഭക്ഷണത്തിൽ ഉരുകി ചേർന്ന് പ്ലാസ്റ്റിക് നമ്മുടെ അകത്ത് പോകും. അപ്പോൾ അതല്ല, ഇതുപോലത്തെ കോട്ടിംഗ് ഒക്കെ, അതായത് ടെഫ്ലോൺ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ഒക്കെയാണ്, അത് പെട്ടെന്ന് ഉരുകൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന കുക്ക് വെയർസിൻ്റെ ഒക്കെ ഉള്ളിൽ കൊടുത്തേക്കുന്ന ആ കോട്ടിംഗ് എന്ന് പറയുന്നത് ടെഫ്ലോൺ യൂസ് ചെയ്തിട്ടാണ് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ. ഇനി ഒർലോൺ എന്ന് പറയുന്ന ലാസ്റ്റ് പോളിമറാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. നമ്മുടെ ചില ഡ്രസ്സോ കാര്യങ്ങളോ ബാഗ്സോ ഒക്കെ വാങ്ങുമ്പോൾ അത് സിന്തറ്റിക് ആണെന്ന് പറയൂലേ, അതായത് അതിനുള്ളിലുള്ള ഫൈബർ യൂസ് ചെയ്യണം, അതിൽ വെള്ളമൊന്നും പെട്ടെന്നാവില്ല. അതുപോലത്തെ സിന്തറ്റിക് ഫൈബേഴ്സ് കൂടി ഉണ്ടാക്കിയേക്കണം ഒർലോൺ എന്ന് പറയുന്ന പോളിമർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന മെയിനായിട്ട് അഡീഷണൽ പോളിമേഴ്സിന് വരുന്ന എക്സാമ്പിൾസ്. നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒന്നും വരില്ല, പക്ഷെ ഇതൊന്ന് ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, മോസ്റ്റ്ലി അതിൽ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വരും നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ യൂസസും കാര്യം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു കാണും, PVCയും പോളിത്തീനുമാണ് കുറേ, അതും നാച്ചുറൽ റബ്ബറുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പക്ഷെ അത് ഓൾറെഡി നിങ്ങൾക്ക് സുലഭമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ പഠിക്കാനുള്ളത് ഈ ടെഫ്ലോണും ഒർലോണിൻ്റെയും കാര്യമാണ്. അപ്പം അത് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് കാണാം, അതായത് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അതായത് ഞാൻ പറഞ്ഞു പോളിമേഴ്സ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടില്ലേ, അതിൽ അഡീഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണെന്ന് നോക്കാം. കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സെയിം പ്രൊസീജിയറാണ്, ഒരുപാട് മോളിക്യൂൾസ് കൂടി ചേർന്ന് നമുക്കൊരു പോളിമറായിട്ട്, അതായത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇവർക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ പോളിമേഴ്സിന് നമുക്ക് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട്, അതായത് പോളിമർ മാത്രമാണ് ഫോം ചെയ്യുള്ളൂ, മോണോമേഴ്സ് കൂടി ചേർന്ന് ഒരു പോളിമറാണ് ഫോം ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ വേറൊരു വസ്തുക്കളും ഫോം ചെയ്യില്ല. അതായത് നിങ്ങൾ എന്ത് മോണോമറാണോ കൊടുത്തത്, ഇപ്പോൾ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന മോണോമർ പോളിമറൈസേഷൻ നടന്നപ്പോൾ അതെന്തായി, പോളിവിനൈൽ ക്ലോറൈഡായി, അതായത് PVC കിട്ടി. അതായത് ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അഡീഷണൽ പോളിമേഴ്സ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ, അതായത് PVC നമ്മൾ എടുക്കുക, PVCൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ആരെയും, ഒരു വാൽ എന്ന് പറഞ്ഞാൽ വേറെ ആരെയും കിട്ടിയില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തുമ്പോൾ നമ്മുടെ മോണോമർ പോളിമറായിട്ട് മാറുമ്പോൾ പോളിമറിന്റെ ഒപ്പം തന്നെ ഈ സ്മോൾ മോളിക്യൂൾസ്, അതായത് ഇപ്പം നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ HCl, അതായത് സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയാൻ കാരണം ഇവരിലാകെ 2 പേരല്ലേ ഉള്ളൂ, 2 ആറ്റംസ് ഉള്ളൂ. മറ്റേ നമ്മുടെ വാട്ടറിലാകട്ടെ ഹൈഡ്രജനും ഓക്സിജനും, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിലാകട്ടെ ഹൈഡ്രജനും ക്ലോറിനും, അങ്ങനത്തെ ഇതുപോലത്തെ സ്മോൾ 2-3 ആറ്റംസ് ഒക്കെ കൂടിയുള്ള സ്മോൾ മോളിക്യൂൾസും കൂടെ ഒരു വാലെന്നോണം ഇവരുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ അതാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ഏറ്റവും വലിയ മെത്തേഡ്. ഒരു ടിപ്പും കൂടിയാണ്. അതായത് ഇതിൽ ഏത് പോളിമർ ആണെന്ന് പറഞ്ഞ് 2 റിയാക്ഷൻ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട ഫസ്റ്റ് കൂടെ വാലുണ്ടോ എന്ന് നോക്കുക.
കുഞ്ഞു മോളിക്യൂൾ ഏതെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തോളം അവൻ കണ്ടൻസേഷൻ പോളിമർ ആണ്. ഓക്കെ, അതാണ് അതിനകത്ത് വരുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം. കണ്ടൻസേഷൻ പോളിമറിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന എക്സാമ്പിളാണ് ഇത്. ഇതിനകത്ത് എനിക്ക് കിട്ടിയേക്കുന്ന ഈ പോളിമർ എന്ന് പറയുന്ന ഇത് കണ്ടോ, കണ്ടൻസേഷൻ പോളിമറിന് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ സ്മോൾ മോളിക്യൂളാണ് നമ്മുടെ വാട്ടർ. എനിക്ക് ഇതുപോലെ കണ്ടൻസേഷൻ പോളിമറിൽ ആരെങ്കിലും ഒക്കെ എനിക്കിങ്ങനെ കൂടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾ ഉണ്ടാവും. അതാണ് കണ്ടൻസേഷൻ പോളിമറും അഡീഷണൽ പോളിമേഴ്സിനെയും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇവരിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പോളിമർ ആരാന്നറിയോ? സൂക്ഷിച്ച് എത്ര നോക്കിയാലും മനസ്സിലാവില്ല, കാരണം ഇതിൽ ഷോർട്ട് കട്ട് ഒന്നുമില്ല മനസ്സിലാക്കാൻ. ഇയാള് നൈലോൺ 66 ഭയങ്കര ഫേമസ് ആണ് പുള്ളി. നൈലോൺ 66 ക്ലോത്ത്സിൽ അതുപോലെ നമ്മളുടെ അതായത് ഒരു കോട്ടിങ് പോലെ വരുന്നത് അതെല്ലാം നൈലോൺ 66 നൈലോണിന്റെ ക്ലോത്ത് എന്നൊക്കെ പറയും. അതുപോലെ നൈലോൺ വയേഴ്സ്, ഈ തുണിയൊക്കെ കെട്ടാൻ വേണ്ടി ഞങ്ങളിവിടെ അഴ എന്ന് പറയും എറണാകുളംകാര്. ചില തിരുവനന്തപുരം ആണെങ്കിൽ അയയായിരിക്കും, ചിലർക്ക് അശയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ തുണി വിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ റോപ്പ് ഉണ്ടാവില്ല, അതിനകത്ത് കോട്ടിങ്ങോട് കൂടിയ ഒരു റോപ്പ് ഉണ്ട്, അതായത് പ്ലാസ്റ്റിക് റോപ്പ്. അത് നൈലോൺ റോപ്പാണ്. അത് കെട്ടാനൊക്കെ കുറച്ച് പാടാണ്, കാരണം ഇങ്ങനെ ഇങ്ങനെ മുറുകില്ല, അങ്ങനെ അഴിഞ്ഞൊക്കെ വരും. പക്ഷെ നൈലോണിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള വയേഴ്സൊക്കെ കിട്ടും. ഒരു ബ്ലൂ കളർ വയർ അതിൽ കോട്ടിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് വെള്ളം കുതിരില്ല. മറ്റേ നമ്മുടെ ചാക്കുനൂല് പോലെ ചാക്കിന്റെ കയറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചകിരിയുടെ ഒക്കെ ആണെങ്കിൽ അത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നു പോകും. പക്ഷെ ഇതിലങ്ങനെ നടക്കില്ല. സോ നൈലോൺ ഭയങ്കര ഫേമസ് ആണ്. നൈലോൺ 66 അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ പോളിമറൈസേഷൻ അത് വരുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷനിലൂടെയാണ് നൈലോൺ 66 പോലത്തെ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മോണോമർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു COH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇതിന്റെ കൂടെ ഒരു COH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾ കാണുവാണെങ്കിൽ അയാൾ ഒരു ആസിഡ് ആയിരിക്കും. അയാളൊരു ആസിഡാണ്. ഞാൻ ഈ പുള്ളീനെ വിളിക്കുന്നത് അഡിപിക് ആസിഡ് എന്നാണ്. അഡിപിക് ആസിഡ് എന്നാണ് ഈ പുള്ളീനെ ഈ ഒരു മോണോമർ, ഫസ്റ്റ് മോണോമർ. ഇനി രണ്ടാമത്തെ മോണോമർ ആണ് NH2CH2 6 times NH2. ഇയാളെ ഞാനൊന്ന് അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കണ്ട, ഈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH തന്നെ 6 times എഴുതുന്നു എന്നാണ് അർത്ഥം. അതായത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതുകയാണ്. NH2 അതുപോലെ CH2 1 2 3. എൻ്റെ അമ്മ, ഇത് കുറച്ച് ടാസ്കുള്ള പണിയാട്ടോ മക്കളെ. ഞാൻ കുറച്ച് നിരത്തി എഴുതിത്തരാം. NH2 അതുപോലെ തന്നെ CH2 ആൻഡ് ഫൈനലി നമ്മുടെ വീണ്ടും NH2. ഇതാണ് ആ മോണോമർ. അതായത് ഇത്രയും വലിയ ആണ് ആ മോണോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര CH2 ഉണ്ട്? 1 2 3 4 5 6 6 ടൈംസ്. ഇങ്ങനെ 6 ടൈംസ് എനിക്കിങ്ങനെ എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങളെ പരീക്ഷയ്ക്കാണെങ്കിൽ ഇതിപ്പോൾ 6 ടൈംസ് ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എഴുതാം, ചിലപ്പോൾ കാണില്ല. പക്ഷെ ഒരു 20 ടൈംസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പരീക്ഷ പേപ്പറിൽ ആ ഒരു മോണോമർ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ താഴത്തുള്ള പോളിമർ എഴുതാൻ വേണ്ടി സ്ഥലം കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ചുരുക്കി എഴുതാനാണ് ഇങ്ങനെ എഴുതുന്നത്. NH2CH2 അത് എത്ര, അതായത് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു നമ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും ടൈംസ് എന്നാണ്. ബ്രാക്കറ്റിന്റെ വെളിയിൽ ഒരു താഴത്ത് ഇങ്ങനൊരു നമ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ CH2 ബ്രാക്കറ്റിൽ അതിൻ്റെ വെളിയിലായിട്ട് 6 6 7 അങ്ങനെ ഒരു നമ്പർ കൊടുത്താൽ അതിൻ്റെ അർത്ഥം അത്രയും ടൈംസ് ആ സാധനം ഉണ്ടെന്നാണ് ആ പ്രൊഡക്റ്റിൽ. അപ്പം അത് എളുപ്പത്തിന് വേണ്ടിയാണ് NH2CH2 6 NH2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഈ ഇക്വേഷൻ രണ്ടാമതായിട്ട് നൈലോൺ 66ന്റെ രണ്ടാമത്തെ മോണോമർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുണ്ടല്ലോ,
ഈ NH2 എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് നൈട്രജനും 2 ഹൈഡ്രജനും കൊണ്ട് ഈ NH2 എന്ന് പറയുന്നത് അമൈൻ കോമ്പൗണ്ടുകളാണ്. എന്താണ് അമൈൻ എന്നാണ് അവരെ പറയുന്നത്. അമോണിയയുടെ ഒരു കൊച്ചച്ഛനോ കുഞ്ഞച്ഛനോ ആയിട്ട് വരും. NH3 ആണ് അമോണിയ. അപ്പൊ അതിന്റെ തന്നെ ഒരു H പോയി കഴിഞ്ഞാൽ NH2 എന്ന് കിട്ടും. അവരെ നമ്മൾ അമൈൻസ് എന്ന് പറയും. അപ്പോൾ ഇയാൾ ഒരു അമൈൻ ഗ്രൂപ്പാണ്. ആൻഡ് ഇയാളെ പറയുന്നത് മൊത്തം എത്ര കാർബൺ ആറ്റംസ് ഇതിനകത്തുണ്ട്, അതായത് CH2 6 ടൈംസ് ഉണ്ട്, വിച്ച് മീൻസ് കാർബൺ 6 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഹെക്സ ആണ് വരേണ്ടത്, 6 പേരുള്ളതുകൊണ്ട്. അപ്പൊ ഇയാളെന്ന് പറയുന്നത് ഹെക്സ ആരാണ് ഈ CH2 എന്നാണെങ്കിലും ഈ ഒരു ലിങ്ക് ചെയ്യാനുള്ള ഒരു H പോയിട്ടുള്ള ഒരു ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ്. ബേസിക്കലി ഇവരെല്ലാവരും തന്നെ മെത്തിലീൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഹെക്സ മെത്തിലീൻ, പിന്നെ NH2 ആരാന്നാ പറഞ്ഞ അമൈൻ. അതുപോലത്തെ 2 അമൈൻ ഉണ്ട്, ഡൈഅമൈൻ. ഹെക്സ മെത്തിലീൻ ഡയമൈൻ എന്നാണ് ഈ മോണോമറിന്റെ പേര്. കേട്ട് ആരും പേടിക്കേണ്ട, പുള്ളിക്കാരൻ പാവാണ്, കടിക്കൊന്നുമില്ല. ആളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അമൈൻ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് 2 ഡൈ, 6 ടൈംസ് 6 കാർബൺ ഉള്ളതുകൊണ്ട് ഹെക്സ് വന്നു. ഹെക്സ് ഈ പറയുന്ന എല്ലാം CH2 കാർബൺ ആണ്. CH2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിറൈവ് ഫ്രം മെത്തിലീൻ ആണ്, അല്ലെ? ഒരു H പോയാലാണ് അവർക്ക് കണക്ട് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം തന്നെ മെത്തിലീൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഹെക്സ മെത്തിലീൻ ഡയമീൻ, അതാണ് രണ്ടാമത്തെ മോണോമറിന്റെ പേര്. ഇവർ 2 പേരും N ടൈംസും കൂടെ ക്ലബ് ആകുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്, നൈലോൺ 6 വന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ആദ്യം ഞാൻ നമ്മുടെ അഡീഷണൽ പോളിമറൈസേഷൻ പറഞ്ഞപ്പോൾ അതിന്റെ ഇക്വേഷൻസ് എഴുതിയപ്പോൾ അതിനകത്ത് ഒരു ടൈപ്പ് മോണോമറേ ഉണ്ടായുള്ളൂ, അല്ലേ? ആണെങ്കിൽ ബാക്ക് അടിച്ച് കാണിക്കാം. കണ്ടോ, ഇവിടെ ഞാൻ എത്തിലീൻ പറഞ്ഞപ്പോൾ, അതുപോലെ വിനൈൽ ക്ലോറൈഡ് പറഞ്ഞപ്പോൾ ഇവിടെയെല്ലാം ഒരൊറ്റ മോണോമറാണ് ഉണ്ടായത്. ഒരു ടൈപ്പ് മോണോമറാണ് പോളിമറൈസേഷനിലൂടെ എന്തായത്, നമുക്ക് കിട്ടിയ പോളിമറായത്. എന്നാൽ ഇതിന്റെ കേസിൽ, അതായത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വരുമ്പോൾ അവിടെ ഒന്നിന് പകരം 2 ടൈപ്പ് മോണോമർ, അതായത് 2 ടൈപ്പ് മോളിക്യൂൾസ് കൂടി ചേർന്നാണ് ഒരു വലിയ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ ഡിഫറൻസ് ആണ് അറ്റ് എ ടൈം 2-3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ഉള്ളത്. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന നൈലോൺ 6 എന്ന് എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഇനി അടുത്തയാളെ നമുക്ക് നോക്കാം. അത് വേറെ ആരല്ല, തേർമൽ ക്രാക്കിംഗ്. അടുത്ത റിയാക്ഷൻ ആണ് നമ്മുടെ തേർമൽ ക്രാക്കിംഗ് എന്നുള്ളത്. എന്താണ് ഈ തേർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്നുള്ള വാക്കിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത്, ബേസിക്കലി നമ്മളുടെ ഈ എന്തെങ്കിലും ഒരു വസ്തുവിന് തേർമൽ എന്നൊരു വാക്ക്, തെർമൽ എന്ന് പറയുന്ന വാക്ക് വന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മളുടെ ഈ ചൂട്, അതായത് ഹീറ്റ്, ടെമ്പറേച്ചർ. തേർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ തേർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റിനൊരു എന്തായാലും, അതായത് ചൂട് വേണമെങ്കിൽ ഹീറ്റ് വേണം, അല്ലേ? അപ്പോൾ ഹീറ്റ് കൊണ്ട് ഹീറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ആണ് തേർമൽ ക്രാക്കിംഗിൽ നടക്കുന്നത്. ആൻഡ് ഇവിടെ തേർമൽ ക്രാക്കിംഗിൽ ഹീറ്റ് മാത്രമല്ല, ഈ ഹീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനാണ് തേർമൽ ക്രാക്കിംഗ്. ആൻഡ് ഹീറ്റിംഗ് നടക്കുന്നത് ആബ്സെൻസ് ഓഫ് എയറിലായിരിക്കും. അതായത് ആബ്സെൻസ് ഓഫ് എയറിൽ ഒരു കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ വരുന്നതാണ് തേർമൽ ക്രാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾക്ക് മടിയന്മാരായിട്ട് നമ്മൾ ട്രയാങ്കിളാണ് ഹീറ്റ് എന്ന് പറയാൻ വേണ്ടി, ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഗിവ്സിന്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ ഇട്ടാൽ ഹീറ്റ് എന്നാണ് അർത്ഥം, അല്ല? പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ഹീറ്റ് എന്ന്. പക്ഷെ 2-ൽ ഏതെങ്കിലും ഒന്ന് ഇട്ടാലും ഇതാണ്. പക്ഷെ ഹീറ്റ് എന്ന് തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാം. ഞാൻ ഈ ട്രയാങ്കിൾ മാറ്റിളഞ്ഞേക്കാം. അപ്പോൾ നമ്മളൊരു കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്ത് നമുക്ക് എടുക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ 3 കാർബൺ ഉണ്ട്. സോ പ്രൊപ്പ്, അതുപോലെ തന്നെ എല്ലാം സിംഗ്ലി ബോണ്ടഡ് ആണ്. സോ പ്രൊപ്പെയിൻ, എയിൻ എന്നുള്ള വാക്ക്. അപ്പോൾ പ്രൊപ്പെയിന് ഞാൻ ആബ്സെൻസ് ഓഫ് എയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആബ്സെൻസ് ഓഫ് എയറിൽ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയതാണ് മീഥെയിനും അതുപോലെ തന്നെ എത്തീനും. അപ്പോൾ നമ്മളുടെ സത്യം പറഞ്ഞാൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ അഡീഷണൽ റിയാക്ഷൻസിൻ്റെ വേറൊരു അതായത് ഓപ്പോസിറ്റ്, ഉൾട്ടയാണ് ഈ കാണിക്കുന്ന തേർമൽ ക്രാക്കിംഗ്. ശരിക്കും ഉൾട്ടയല്ല, ഇത് ഹീറ്റിൽ നടക്കുന്ന റിയാക്ഷനാണ്. പക്ഷെ ഞാൻ പറയണ അവിടെ നമ്മൾ എന്തായിരുന്നു, 2
അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്റ്റന്റ് യൂസ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് നമുക്ക് ലഭിച്ചു. പക്ഷെ ഇവിടെ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് നടന്നത്. ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഞാൻ ഹീറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒന്ന് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ കിട്ടി, മറ്റൊന്ന് വന്നത് അൺസാച്ചുറേറ്റഡ് ആണ്. ആൻഡ് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ റിയാക്റ്റൻസിനേക്കാളും എപ്പോഴും വെയിറ്റ് കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്. അതായത് ഹൈ മോളിക്യുലർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ആബ്സെൻസ് ഓഫ് എയറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ലെസ് മോളിക്യുലർ വെയിറ്റ് ഉള്ള ഹൈഡ്രോ കാർബൺസ് ഫോം ചെയ്യും. ഇതിനെ നമ്മൾ വിളിച്ച ഓമന പേരാണ് തേർമൽ ക്രാക്കിംഗ് എന്ന്. ഇതാണ് തേർമൽ ക്രാക്കിംഗ്. അപ്പം ഇതാണ് ഒരു തേർമൽ ക്രാക്കിംഗിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ഒരു എക്സാമ്പിൾ. പ്രൊപ്പെയിൻ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്ത് മീഥേനും അതുപോലെ തന്നെ എത്തീനും ഉണ്ടാകുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്ന മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ വേറെ ഏറ്റവും ഫൈനലായിട്ട് കാണുന്ന നിങ്ങളുടെ സിലബസിലാണെങ്കിൽ ലാസ്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു അടുത്ത കെമിക്കൽ റിയാക്ഷനാണ് കമ്പഷൻ എന്ന് പറയുന്നത്. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർമൽ ക്രാക്കിങ്ങിലെ ആബ്സെൻസ് ഓഫ് എയറിലാണെങ്കിൽ ഇവിടെ പ്രസൻസ് ഓഫ് എയറിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ആ പ്രസൻസ് കാണുന്നുണ്ടല്ലേ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ, ഓക്സിജൻ കാണുന്നില്ലേ? ഓക്സിജൻ വന്ന് അതിൻ്റെ അർത്ഥം പ്രസൻസ് ഓഫ് എയർ ആണ്. സോ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ ഒരു ഹൈഡ്രോ കാർബണിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്, പ്രസൻസ് ഓഫ് എയറിൽ ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്തതിനെയാണ് നമ്മൾ കമ്പഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പഷൻ നടക്കുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചേക്കുന്ന മീഥെയിൻ ആണ്. മീഥെയിൻ എനിക്ക് ഇതുപോലെ തന്നെ എയറിൽ ഞാൻ അതിനെ ഹീറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഹീറ്റും ആണ്. അപ്പോൾ ഇതിന് ബേസിക്കലി നമ്മളുടെ ഹൈഡ്രോ കാർബൺസ് ഓക്സിജനായിട്ട് നമ്മൾ റിയാക്റ്റ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് വെള്ളവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ കൂടെ ഹീറ്റും ഫോം ആവും. ഇങ്ങനെ ഹീറ്റ് ഫോം ആയതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് എന്ന് പറയുമ്പോൾ നിസ്സാര ഹീറ്റ് അല്ല, കുറച്ച് അത്യാവശ്യം ചൂടാണ്, പൊള്ളിപ്പോവും. ആ ഹീറ്റ് ഫോം ആവും. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ, അതായത് നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ കൂടെ നന്നായിട്ട് ഹീറ്റ് പുറപ്പെടുവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ വിളിച്ച പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. ഇതാണ് എക്സോതെർമിക് റിയാക്ഷൻ. സോ ഇവിടെ ഒരു ഹീറ്റിൻ്റെ പ്രസൻസ് കണ്ടുകൊണ്ട് തന്നെ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. ഈ മീഥെയിൻ എന്നല്ല, ഏത് ടൈപ്പുള്ള ഹൈഡ്രോ കാർബൺസ് ആവട്ടെ, ആ ഹൈഡ്രോ കാർബൺസ് ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ, ഒരു എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ആകുമ്പോൾ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ തന്നെ ഹീറ്റും ആയിരിക്കും. ഇതാണ് കമ്പഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു വസ്തുവിനെ പ്രസൻസ് ഓഫ് എയറിൽ നിങ്ങൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ സെഷനോടുകൂടി നമ്മൾ 5 റിയാക്ഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ 5 റിയാക്ഷൻസ് നമ്മൾ 2 സെഷനിലായിട്ട് കണ്ടു. അതായത് ആദ്യത്തെ നമ്മൾ അഡീഷണൽ റിയാക്ഷൻസ് കണ്ടു, പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കണ്ടു, അതുപോലെ പിന്നെ പോളിമറൈസേഷൻ്റെ 2 കാറ്റഗറി ഉണ്ട്. അത് രണ്ടും, അതായത് കണ്ടൻസേഷനും അതുപോലെ തന്നെ അഡീഷണൽ പോളിമറൈസേഷനും, പിന്നെ തേർമൽ ക്രാക്കിംഗ്, പിന്നെ കമ്പഷൻ ആണ് ലാസ്റ്റത്തത്. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിലബസിലുള്ള റിയാക്ഷൻ. ഈ സെഷനോട് കൂടി ആ റിയാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞേക്കാണ്. താങ്ക് യു.